യോഗ്യതകൾ മറികടന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വീണ്ടും നിയമനങ്ങൾ. SIET ഡയറക്ടർ തസ്തികയിലേക്ക് നിയമിച്ചത് ലാബ് അസിസ്റ്റന്റിനെ. സിമാറ്റിൽ യോഗ്യത മറികടന്ന് വിരമിച്ച അധ്യാപകനെ നിയമിക്കാനും നീക്കമുണ്ട്. സർക്കാർ വന്ന ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഉന്നത പദവികളിലേക്കുള്ള നിയമനങ്ങളാണ് വിവാദത്തിലാകുന്നത്. അടിസ്ഥാന യോഗ്യതകൾ മറികടന്നാണ് പല നിയമനങ്ങളും. വകുപ്പിന് കീഴിലെ പാഠഭാഗങ്ങളുടെ ഡിജിറ്റലൈസേഷൻ ചുമതലയുള്ള SIET ഡയറക്ടർ നിയമനമാണ് പുതിയ വിവാദം. അധ്യാപന യോഗ്യതകൾ മറികടന്ന പോളിടെക്നിക് ലാബ് അസിസ്റ്റന്റിനെയാണ് ഡയറക്ടർ പദവിയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. വെച്ചുച്ചിറ പോളിടെക്നിക്കിലെ ഡെമോൺസ്ട്രേഷൻ തസ്തികയിലുള്ള TCB മുഹമ്മദിനാണ് ഡയറക്ടറായി നിയമനം നൽകിയത്. ഡിജിറ്റൽ മീഡിയ രംഗത്ത് പരിജ്ഞാനമുള്ള അധ്യാപകർ വഹിച്ച പദവിയിലേക്കാണ് ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിലെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള നിയമനങ്ങളൊക്കെ തന്നെ തികച്ചും ലാഘവബുദ്ധിയോടുകൂടി ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. SSKയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വിരമിച്ച് വർഷങ്ങൾ പിന്നിട്ട ഒരു അധ്യാപകനെ നിയമിച്ചു. അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വിരമിച്ച ഒരു അധ്യാപകനെയാണ് സിമാറ്റിന്റെ ഡയറക്ടറായിട്ട് നിയമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒടുവിൽ ഒരു വെച്ചൂച്ചിറ പോളിടെക്നിക്കിലെ ലാബ് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് സമാനമായി തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ നിയമിച്ചു എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലെ നിയമനങ്ങളോട് ഈ സർക്കാർ കാണിക്കുന്ന കടുത്ത അനീതിയും അതേപോലെ തന്നെ നിരുത്തരവാദപരമായ സമീപനമാണ് കാണുന്നത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുന്നത് SIET ആണ്. സമാനമായ രീതിയിലാണ് സിമാറ്റിൽ നിയമന നീക്കം നടക്കുന്നത്. ഡോക്ടറേറ്റും അഡ്മിനിസ്ട്രേറ്റീവ് പരിചയവും മറികടന്ന് ഡയറക്ടർ നിയമനം നടത്താനാണ് നീക്കം. സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപക യോഗ്യത മാത്രമുള്ള ആളെ പദവിയിലേക്ക് നിയമിക്കാനാണ് തിരക്കിട്ട നീക്കം നടക്കുന്നത്. ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ മുതൽ DEOമാർ, സെക്കൻഡറി പ്രിൻസിപ്പൽമാർ തുടങ്ങിയ പദവിയിലുള്ളവർക്ക് പരിശീലനം നൽകുന്നത് സിമാറ്റ് ഡയറക്ടറാണ്. ഇവിടേക്കാണ് വെറും അധ്യാപക പരിചയമുള്ള ആളെ നിയമിക്കാനുള്ള നീക്കം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ പ്രധാന വിഭാഗമായ SSKയുടെ പ്രോജക്ട് ഡയറക്ടറായി 10 വർഷം മുമ്പ് വിരമിച്ച ഉദ്യോഗസ്ഥനെ നിയമിച്ചതും വിവാദമായിരുന്നു. ജ്യോതിഷ് ജനാർദ്ദനൻ, ജനം, തിരുവനന്തപുരം.